ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ചിപ്പുവിന് ക്ലാസ്സില്ല കേട്ടോ. അപ്പോൾ ചിപ്പു പറഞ്ഞ് നമുക്കൊരു ഷവർമ ഉണ്ടാക്കിയാലോ. എളുപ്പത്തിലുള്ള ഒരു ഷവർമയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുബൂസല്ല, കുബൂസിന് പകരം വേറൊരു മൈദ വെച്ചിട്ട് വേറൊരു ഇതാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ആദ്യം ചിക്കനൊന്ന് മസാല കൂട്ടി വയ്ക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഒരു ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് പകരം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മൈദ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടും പിന്നെ ഇതിൽ ഒരു അരഭാഗം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുബൂസ് ഉണ്ടാക്കണേക്കാൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ കട്ടകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ടീസ്പൂൺ കൊണ്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത് മൈദ ഞാൻ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ചിപ്പു ഹെൽപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ചിപ്പുവിന് ഇഷ്ടമുള്ളതാണല്ലോ ഷവർമ. അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ചിപ്പു ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ, നിവേദ്യ, അവളുടെ ഫ്രണ്ടും ഉണ്ട്. ഇതുപോലെയാണ് കേട്ടോ എടുക്കേണ്ടത് മൈദ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിപ്പാണ് കേട്ടോ ചിക്കൻ പൊരിക്കുന്നത്. പൊരിച്ചോ കൊടുത്ത് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിപ്പ് വരും ഹെൽപ്പ് ചെയ്യാനായിട്ട്. വലിയ പീസായിട്ടാണ് പൊരിക്കുന്നത്. ഇനി പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരു കാര്യം മാത്രം മസാല കൂട്ടുമ്പോൾ മറന്നുപോയി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ല. ചിപ്പൊക്കെ പറയുക ചെയ്തു. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയല്ലോ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചിക്കനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചിക്കുമാണ് കട്ട് ചെയ്യണത്. ചിക്കനെല്ലാം ചിപ്പ് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കുബൂസിൻ്റെ പകരക്കാരെന്നാണ്, പേരൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കുബൂസിൻ്റെ പകരക്കാരെന്ന് പറയാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലത്തെ പാനിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ച് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പൊള്ളയിട്ട് വരും. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഞാൻ ചിപ്പൂനെ ഇടയ്ക്ക് സ്കൂളിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് കൊടുത്തേക്കാറുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ ഇങ്ങനെ പൊള്ളി വരും. ഇനി ഇതുപോലെ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ചിപ്പൻ ട്യൂഷന് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞങ്ങൾ ഷവർമയിലേക്കുള്ള എല്ലാതും ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനാണ് എല്ലാം സെറ്റാക്കി വെക്കണം. ഇനി കാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സവോള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുക്കുംബറാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയതായിട്ട് കഷ്ണാക്കിയ കുക്കുംബറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മയോണൈസാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മയോണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിപ്പുവാണ് എല്ലാതും ചെയ്യുന്നത്. ചിപ്പുവിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടവള്. ഇനി അടുത്തത് മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ കുബൂസിൻ്റെ പകരം നമ്മൾ ഉണ്ടാക്കിയത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ കുബൂസിന് പകരം ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് എളുപ്പമാണ്. കുബൂസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയുണ്ടല്ലോ. നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി
ഇത് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ശരിയാക്കി വയ്ക്കാം. ചിപ്പ് ഒന്ന് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ചിപ്പ് എങ്ങനെയുണ്ട്? സൂപ്പർ. ചിപ്പുവിന് ടേസ്റ്റ് കൊണ്ട് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. അടിപൊളിയാ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഷവർമ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.